എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇന്നത്തെ വീഡിയോയിൽ വിഷയം വൈദ്യുതി സുരക്ഷയുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് കോണ്ടാക്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട്. ഇത് സംബന്ധിച്ച് 2 വീഡിയോകൾ ഞാൻ ഇറക്കിയിരുന്നു. ആ ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷനായിട്ടുള്ള 3ാമത്തെ വീഡിയോ ആണ് ഇത്. ബേസിക് പ്രൊട്ടക്ഷൻ, ഡയറക്റ്റ് കോണ്ടാക്റ്റിന് വേണ്ടിയുള്ള പ്രൊട്ടക്ഷനാണ് ബേസിക് പ്രൊട്ടക്ഷൻ. കൂടാതെ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, ഫോൾട്ട് പ്രൊട്ടക്ഷൻ. ഇതിന് രണ്ടിനും കൂടി ആപ്ലിക്കബിൾ ആയിട്ടുള്ള, ഡയറക്റ്റ് കോണ്ടാക്റ്റിനും ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിനും കോമൺ ആയിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ബേസിക് പ്രൊട്ടക്ഷനും ഫോൾട്ട് പ്രൊട്ടക്ഷനും അഡീഷണൽ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ളതാണ് RCD ഉപയോഗിച്ചുള്ള പ്രൊട്ടക്ഷൻ. ഇതിന്റെ കുറച്ച് ഇൻട്രഡക്ഷൻസ് 2ാമത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു. അതിന്റെ കുറച്ചുകൂടി ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ ടോപ്പിക്ക് മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഉപകാരപ്രദമായി തോന്നുന്നവർക്ക് ദയവ് ചെയ്ത് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. കൂടാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. കഴിഞ്ഞ 2 വീഡിയോയിലൂടെ വിവരിച്ചതുപോലെ ഡയറക്റ്റ് കോണ്ടാക്ട് ആൻഡ് ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിൻ്റെ തുടർച്ചയാണിത്. അതിൻ്റെ 3ാമത്തെ പാർട്ടാണിത്. ദയവ് ചെയ്ത് ഇത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആദ്യത്തെ 2 പാർട്ട് കണ്ടിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ടോപ്പിക്കിൻ്റെ ഒരു ഫ്ലോ കിട്ടും. ഇവിടെ ഈ 4 to 11 1 എന്ന് പറഞ്ഞ ഈ ക്ലോസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരു സെക്ഷൻ തന്നെയാണ്. അതിൽ ചില പോയിന്റ്സ് കൂടെ ഒന്ന് ആഡ് ചെയ്യേണ്ടതുള്ളത് കൊണ്ടാണ് ഇവിടെ ഞാൻ ഒന്നും കൂടി എടുത്തിരിക്കുന്നത്. ഇവിടെ ബേസിക് പ്രൊട്ടക്ഷനും ഫോൾട്ട് പ്രൊട്ടക്ഷനും, ഇതിന് രണ്ടിന് സപ്പോസ് ബേസിക് പ്രൊട്ടക്ഷൻ നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബേസിക് ഇൻസുലേഷൻ ഉണ്ട്, എൻക്ലോഷർ ഉണ്ട്, പിന്നെ ബാരിയർ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഫെയിലിയർ വരുമ്പോഴാണ് നമ്മൾ അറിയാതെ കയറി തൊടുമ്പോൾ ഷോക്ക് അടിക്കുക. മീൻസ് ഡയറക്റ്റ് കോണ്ടാക്ട്, നമ്മൾ ഡയറക്റ്റായിട്ട് ലൈവ് കണ്ടക്ട് തൊടുന്ന എഫക്റ്റ്. അപ്പം അങ്ങനെ ആക്സിഡൻ്റലി നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ സപ്ലൈ ഷുഡ് ബി ഡിസ്കണക്റ്റഡ് ഓട്ടോമാറ്റിക്കലി. അതാണ് അവിടെ ആ ക്ലോസിൽ പറഞ്ഞത്. ഓട്ടോമാറ്റിക് ഡിസ്കണക്ഷൻ സപ്ലൈ ഈസ് ആപ്ലിക്കബിൾ ടു ഡയറക്റ്റ് കോണ്ടാക്ട് ഓൾസോ. ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റും അങ്ങനെ തന്നെയാണ്. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് നമ്മളതിനെ ഫോൾട്ട് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നു. അവിടെ ഫോൾട്ട് പ്രൊട്ടക്ഷനെ നമ്മൾ സബ്ഡിവൈഡ് ചെയ്ത് ഓട്ടോമാറ്റിക് ഡിസ്കണക്ഷൻ ആൻഡ് എർത്തിങ് എന്ന് പറഞ്ഞു. ശരിക്കും എർത്തിങ് മറ്റേതിലും ആവശ്യമുണ്ട്. എല്ലാം നമ്മൾ ഇന്റർലിങ്ക്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫോൾട്ട് പ്രൊട്ടക്ഷനിൽ എക്സ്പ്ലനേഷൻ വരുമ്പോൾ ഈ ക്ലോസസ് 4 to 11 3 to 4 to 11 6 ഓരോന്നും എടുത്തിട്ട് നമുക്ക് പറയേണ്ട പോയിന്റ്സ് മാത്രം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രകാരം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകളിൽ പറഞ്ഞ ബേസിക് പ്രൊട്ടക്ഷനിലും ഫോൾട്ട് പ്രൊട്ടക്ഷനിലും അഡീഷണലായിട്ട് വരുന്ന അഡീഷണൽ പ്രൊട്ടക്ഷൻ, അതായത് ഓട്ടോമാറ്റിക് ഡിസ്കണക്ഷനും സപ്ലൈ ആൻഡ് എർത്തിങ്, അതാണ് ബേസിക്കായിട്ട് മുകളിൽ പറഞ്ഞ രണ്ടും. ഉള്ളടക്കം അതാണ്. അപ്പോൾ അതിന് അഡീഷണലായിട്ട് വരുന്ന അഡീഷണൽ പ്രൊട്ടക്ഷൻ ഏതാണ്? ഈ പറഞ്ഞ RCDയുടെ പ്രൊട്ടക്ഷൻ. അതിൽ 30 MAയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കുവാനുള്ളത്, ഈ ഡൊമസ്റ്റിക് ആൻഡ് സിമിലർ ആപ്ലിക്കേഷൻസിൽ സിസ്റ്റം വോൾട്ടേജ് ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ് RCDകളെ ഉപയോഗിക്കാവൂ എന്ന് നമ്മുടെ ഈ സ്റ്റാൻഡേർഡിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് എന്താണെന്ന് പരിശോധിക്കാം. അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രം ഞാൻ കാണിച്ചുകൊണ്ട് പറയാം. ഇപ്പോൾ ഇവിടെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ വോൾട്ടേജ് ഇൻഡിപെൻഡൻറ്റ് RCD കാണിച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് RCD കാണിച്ചിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലുള്ളതിൽ രണ്ടിലും ഒരു ടൊറോയിഡൽ കോർ, ഒരു CT പോലൊരു കോയിൽ ആ ഫേസിൻ്റെ നോട്ടിന് ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. അവിടുന്ന് സപ്ലൈ സെൻസ് ചെയ്യുന്നു. അപ്പോൾ ഈ കോറിൻ്റെ അകത്തൊരു സെൻസിങ് സിഗ്നൽ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ആദ്യത്തെ വോൾട്ടേജ് ഇൻഡിപെൻഡൻറ്റ് RCDക്കകത്ത് ഈ സിഗ്നൽ തന്നെ മതി. അതൊരു ചെറിയൊരു ഇലക്ട്രോണിക് സർക്യൂട്ടിലൂടെ ഒരു ഇലക്ട്രോമാഗ്നറ്റ് വർക്ക് ചെയ്യും. ആ ഇലക്ട്രോമാഗ്നറ്റിക് എഫക്റ്റ് കൊണ്ട് ഈ കോണ്ടാക്ട് വർക്ക് ചെയ്യും. മീൻസ് ഇതൊരു പ്യൂർലി ഒരു മെക്കാനിക്കൽ ടൈപ്പ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ടൈപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി റൈറ്റ് സൈഡിലോട്ട് പോകുകയാണെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇലക്ട്രോണിക് സർക്യൂട്ടുണ്ട് ഈ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റിനകത്ത്. ആ ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ ഒരു പവർ സപ്ലൈ നമ്മുടെ മെയിൻ സപ്ലൈയിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ഒരു വോൾട്ടേജ് മെയിൻ സപ്ലൈയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ടൊറോയിഡൽ കോറിൽ നിന്ന് വരുന്ന ആ സിഗ്നല്
വെച്ച് ആ ട്രിപ്പിംഗ് അറേഞ്ച്മെൻറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഈ മെയിൻ സപ്ലൈയും കൂടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രോണിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ട്രയാക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഗേറ്റ് കൺട്രോൾ കാണും. അതേപോലെ ഒരു കൺട്രോളിങ് എഫക്റ്റാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ടൊറോയിഡിൽ നിന്ന് കിട്ടുന്ന സിഗ്നലിൻ്റെ ഉപയോഗം വരുന്നത്. പക്ഷേ ഇത് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നത് ആ ബേസിക് ആയിട്ടുള്ള ആ മെയിൻ സപ്ലൈയും കൂടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ പാർട്ടിന് നമുക്ക് വേണമെങ്കിൽ ഒരു ഇലക്ട്രോണിക് ടൈപ്പ് RCD എന്ന് പറയാം. ആദ്യത്തിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ളതിന് ഒരു മെക്കാനിക്കൽ ഓപ്പറേഷൻ അവിടെ ഉള്ളതുകൊണ്ട് ഒരു മെക്കാനിക്കലി ലാച്ച്ഡ് ആണെന്ന് പറയാം. മറ്റേ നമുക്ക് ഒരു ഇലക്ട്രിക്കലി ലാച്ച്ഡ്, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. സ്റ്റാൻഡേർഡിൽ പറഞ്ഞിരിക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് സിമിലർ ആപ്ലിക്കേഷൻസിൽ ഈ വോൾട്ടേജ് ഇൻഡിപെൻഡൻറ്റ് RCDs ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഈ വോൾട്ടേജ് ഇൻഡിപെൻഡൻറ്റ് RCDയിൽ നിന്ന് നമ്മൾ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് RCDയിലോട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പോകാനൊരു റീസൺ ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് CTയിലൊരു സെൻസിങ് കറണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അവിടെ വോൾട്ടേജിലോ കറണ്ടിലോ ചെറിയൊരു സർജ് വന്നു കഴിഞ്ഞാലും ആ CT സെൻസ് ചെയ്യും. മീൻസ് അതുകൊണ്ട് അവിടെ ഒരു നോയിസൻസ് സ്ട്രിപ്പിംഗ് ഉണ്ടാകാം. പക്ഷേ റൈറ്റ് സൈഡിലെ വോൾട്ടേജ് ഡിപ്പെൻഡൻ്റ് അകത്ത് അങ്ങനെ ഒരു എഫക്റ്റ് വരുന്നില്ല. കാരണം വോൾട്ടേജ് ഒരു എന്താണ് പറയുക, ഒരു ലിമിറ്റിന് താഴെ പോവുകയാണെങ്കിൽ മാത്രമേ അവിടെ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇതിനെ നമുക്കൊരു അണ്ടർ വോൾട്ടേജ് സിസ്റ്റമാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഒരു മിനിമം വോൾട്ടേജ്, ബേസിക്കായിട്ടൊരു മിനിമം വോൾട്ടേജ് അവിടെ ഉണ്ടെങ്കിൽ ആ നോയിസൻസ് സ്ട്രിപ്പിംഗ് അവിടെ ഉണ്ടാകത്തുമില്ല. മാത്രമല്ല ഈ CTയിൽ നിന്ന് ഒരു സെൻസിങ് ആയിട്ടൊരു സിഗ്നൽ വന്നു കഴിഞ്ഞാലും ദർ വിൽ ബി എ ഡിലേ ടു ട്രിപ്പ്. മീൻസ് ഒരു ഡിലേ അതിനകത്ത് കിട്ടുകയും ഈ അൺനെസറി ആയിട്ടുള്ള ന്യൂസൻസ് ഒരു എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലുള്ളതിൻ്റെ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് RCDക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കയറുന്നില്ല. ജസ്റ്റ് ആ സ്റ്റാൻഡേർഡിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനതൊന്ന് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ആഡ് ചെയ്യാനുള്ളത് ഈ 4.2.11.3 to 4.2.11.6 എന്ന് പറയുന്ന അത്രയും ക്ലോസസിനനുസരിച്ചുള്ള ഫോൾട്ട് പ്രൊട്ടക്ഷൻ എങ്ങനെയായിരിക്കണം, അതിൻ്റെ അകത്ത് എന്താണ് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നുള്ള. നമുക്ക് ഈ അഡീഷണൽ പ്രൊട്ടക്ഷനാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്, അതായത് RCD വെച്ചുള്ള അഡീഷണൽ പ്രൊട്ടക്ഷൻ. അതിനെപ്പറ്റി ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് 4.2.11.3.11 അവിടെ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. അതായത് നമുക്കിപ്പോൾ രണ്ട് മെഷീനറി ഉണ്ട്, രണ്ടിൻ്റെയും എക്സ്പോസ്ഡ് കണ്ടക്റ്റീവ് പാർട്സിൽ നമ്മളറിയാതെ രണ്ട് കൈ കൊണ്ട് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ആക്സിഡൻ്റലി രണ്ട് പോയിന്റിൽ, അതായത് രണ്ട് എക്യുപ്മെൻ്റ് രണ്ട് പോയിന്റിൽ ചിലപ്പോൾ രണ്ട് പൊട്ടൻഷ്യലായിരിക്കുമോ അല്ലെങ്കിൽ ഒരെണ്ണം ഫോൾട്ടി ആകുന്നു. ഒരു എക്സ്പോസ്ഡ് കണ്ടക്ടർ പിന്നെ അതിൻ്റെ ആ മെഷീനറി കംപ്ലൈൻറ്റ് വരുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് വരുന്നു, മറ്റേതിൽ വോൾട്ടേജ് ഇല്ല, അതൊരു ബേസിക് എർത്ത് പൊട്ടൻഷ്യലും ആയിരിക്കും. അങ്ങനെ ആക്ച്വലി രണ്ടും കൂടെ തൊടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്, രണ്ട് പൊട്ടൻഷ്യലാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സൈമിൾട്ടേനിയസ്ലി അക്സസിബിൾ ആയിട്ടുള്ള എക്സ്പോസ്ഡ് കണ്ടക്റ്റീവ് പാർട്സ് ഷാഡ് ബി എർത്ത് അറ്റ് ദ സെയിം എർത്തിങ് സിസ്റ്റം. അപ്പോൾ ഒരേ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുകയും ചെയ്യും, അവിടെ ആപത്ത് ഒഴിവാകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പോയിന്റ് പറയാൻ വേണ്ടിയാണ് ഞാൻ അതെടുത്തത്. പിന്നെ താഴോട്ട് നോക്കുകയാണെങ്കിൽ 4.2.11.3.3 അഡീഷണൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ TN സിസ്റ്റത്തിലും TT സിസ്റ്റത്തിലും നമ്മൾ ഈ RCDയൊക്കെ പറ്റി എങ്ങനെ പറയുന്നു എന്നുള്ള കാര്യങ്ങളും എടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഈ സ്റ്റാൻഡേർഡിൽ 4.2.11.3.3 പറഞ്ഞിരിക്കുന്ന ഈ അഡീഷണൽ പ്രൊട്ടക്ഷൻ എന്താണ്, ജസ്റ്റ് അതൊന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ അഡീഷണൽ പ്രൊട്ടക്ഷൻ ബൈ മീൻസ് റെസിഡ്യൂൽ RCD ഇൻ അക്കോർഡൻസ് വിത്ത് 4.2.15.1. ആ 4.2.15.1 ഞാൻ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് വായിച്ചു വിടുന്നു, അത്രമാത്രം. ക്ലോസ് എയിൽ പറഞ്ഞിരിക്കുന്നത് ആ ബേഡിങ് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഒരു സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ സബായിട്ട് വരുന്ന സർക്യൂട്ടിൻ്റെ ഇൻകമറിൽ ഈ പറയുന്ന RCD സ്ഥാപിച്ചിരിക്കണം. പ്രൊവൈഡഡ് അതിനകത്ത് എന്തൊക്കെയാണ്, 1 or more outgoing circuits with fixed installation and socket outlets to ensure safety of user from earth leakage. ആ എർത്ത് ലീക്കേജ് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഈ എർത്ത് ലീക്കേജിലെ പ്രൊട്ടക്ഷൻ, ഈ എർത്ത് ലീക്കേജ് എർത്ത് ഫോൾട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒരു ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിൽ ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് എക്സ്പോസ്ഡ് കണ്ടക്ടറിൽ ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി എർത്ത് ചെയ്തിരിക്കുന്നതുകൊണ്ട് ബോഡി വഴി അത് ക്ലോസ് ആവുകയും ഒരു എർത്ത് ഫോൾട്ട് അവിടെ ഉണ്ടാവുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു ഹെവി കറണ്ട് അവിടെ വരികയും ചെയ്യും. അത് എർത്ത് ഫോൾട്ടാണ്. അപ്പോൾ അവിടെ ഒരു ലീക്കേജ് വന്നിട്ട്
ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഒരാൾ തൊടുമ്പോൾ ചെറിയൊരു ഷോക്ക് അയാളുടെ ശരീരത്തിലൂടെ വരികയാണെങ്കിൽ അതിന് നമ്മൾ എർത്ത് ലീക്കേജ് എന്ന് പറയും. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസുലേഷൻ ഫെയിലിയർ വന്നിട്ട് അതുവഴി എർത്തിലേക്ക് പോകുന്നതിന് നമുക്ക് എർത്ത് ലീക്കേജ് എന്ന് പറയും. അതാണ് എർത്ത് ലീക്കേജ് വന്നത്. ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എർത്ത് ലീക്കേജ് പർപ്പസിന് വേണ്ടി അവിടെ ഒരു ഫിക്സഡ് ഇൻസുലേഷനോ സോക്കറ്റ് ഔട്ട്ലെറ്റ്സോ ഉണ്ടെങ്കിൽ അവിടെ ഈ RCD അവിടെ സ്ഥാപിക്കണം. ഇവിടെ സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ ഇൻകമറിൽ. ഓക്കെ, അതിന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സോക്കറ്റ് ഔട്ട്ലെറ്റ്സ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ സോക്കറ്റ് ഔട്ട്ലെറ്റ്സിലൊക്കെ നമ്മളൊരു പവർ എക്യുപ്മെൻറ്റ്സ് കണക്ട് ചെയ്യുന്നതാണ്. പവർ എക്യുപ്മെൻറ്റ്സ് കണക്ട് ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ നോയ്സ് സ്ട്രിപ്പിങ്ങിൻ്റെ എഫക്റ്റ് വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ഒഴിവാക്കണമെങ്കിൽ അവിടെ ഇതിൻ്റെ എല്ലാം സപ്പോസ് ഒരു ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഇതിൻ്റെ സ്കിൽഡ് ടെക്നീഷ്യൻസ് ഉള്ള അല്ലെങ്കിൽ അവരുടെ സൂപ്പർവിഷൻ ഉള്ള സ്ഥലത്ത് ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഈ RCD നമുക്ക് ഒഴിവാക്കാമെന്ന് നമ്മുടെ സ്റ്റാൻഡേർഡിൽ പറയുന്നു. പിന്നെ ഇവിടെയും ആ ഒരു പോയിന്റ് കിടപ്പുണ്ട്. ഡൊമസ്റ്റിക് ആൻഡ് സിമിലർ ആപ്ലിക്കേഷൻസിൽ ഈ സിസ്റ്റം വോൾട്ടേജ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള RCD നോട്ട് എക്സീഡിങ് 30 mA മീൻസ് ഹ്യൂമൻ പ്രൊട്ടക്ഷന് വേണ്ടി നോട്ട് എക്സീഡിങ് 30 mA ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതിലെ ലെഫ്റ്റ് സൈഡിലുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. റൈറ്റ് സൈഡിൽ മറ്റേതിന് സബായിട്ട് തന്നെ വരുന്നതാണ് 4-15-1 പറയാനുള്ളൊരു പോയിന്റ്. ഇത് ശ്രദ്ധിക്കുക. ഞാൻ ഈ RCD എക്സ്പ്ലെയിൻ ചെയ്യുന്നെങ്കിൽ ഇതൊരിക്കലും ഇൻഡയറക്റ്റ് കോൺടാക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്റ്റിൻ്റെ മാത്രമല്ല. അത് വായിച്ച അവിടെ എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ രണ്ടിനും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇതാണ്. ഞാൻ ജസ്റ്റ് വായിക്കാം. ആസ് അഡീഷണൽ പ്രൊട്ടക്ഷൻ ഇൻ ദ ഇവൻറ്റ് ഓഫ് ഫെയിലിയർ ഓഫ് the provision for basic protection and or the fault protection means indirect കോൺടാക്റ്റിൻ്റെ മറ്റേ ബേസിക് പ്രൊട്ടക്ഷൻ ഡയറക്റ്റ് കോൺടാക്ട്. ഇത് രണ്ട് കമ്പൈൻഡ് ആയിട്ട് തന്നെയാണ് ഈ RCDയുടെ കാര്യത്തിൽ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. ലാസ്റ്റ് ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന ഈ RCD എന്ന് പറയുന്നത് ഒരു ഹോൾ പ്രൊട്ടക്ഷനായിട്ട് നിങ്ങൾ കാണരുത്. ഈ 4-11 to 4-14 അവിടെ ഈ മൊത്തമായിട്ടുള്ള ഫോൾട്ട് പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം പ്രൈമറി ആയിട്ട് വരുന്നത് പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ OCPD എന്ന് പറയും. ഓവർലോഡ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന എർത്തിങ്ങും കാര്യങ്ങളും, അതായത് ഓട്ടോമാറ്റിക് ഡിസ്കണക്ഷൻ സപ്ലൈക്ക് വരുന്ന പ്രൈമറി പ്രൊട്ടക്ഷൻസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന ഈ RCD വെച്ചുള്ള അഡീഷണൽ പ്രൊട്ടക്ഷൻ വരികയുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോൾട്ട് പ്രൊട്ടക്ഷനും RCD ഉപയോഗിച്ചുള്ള അഡീഷണൽ പ്രൊട്ടക്ഷനാണ്. അത് ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ എർത്ത് കോൺഫിഗറേഷനിൽ ഡിഫറെൻറ്റ് എർത്ത് കോൺഫിഗറേഷനിൽ 1-2 കാര്യങ്ങളൂടെ ഞാനിവിടെ ആഡ് ചെയ്യാം. അത് TN സിസ്റ്റവും TT സിസ്റ്റവും. TN സിസ്റ്റത്തിൽ അതിൻ്റെ സബായിട്ട് വരുന്ന ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ തരാം. TNCS, TNS, TNC ഇതൊക്കെയാണ് TN സിസ്റ്റത്തിൽ സബ് ഡിവിഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ TN സിസ്റ്റത്തിൽ നമുക്ക് RCD കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ RCDയുടെ കൂടെ ഈ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഓവർലോഡ് OCPD ഉണ്ടായിരിക്കണം ജനറലായിട്ട് സംസാരിക്കുമ്പോൾ. പക്ഷേ TNCയിൽ നമുക്കൊരിക്കലും RCD കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ റീസണൊക്കെ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം കയറുന്നില്ല. പിന്നെ TT സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാകും. TTയിൽ നമ്മുടെ എർത്ത് മാസും കൂടെ ആ ലൂപ്പ് ഇമ്പിഡൻസിനകത്ത് വരും. അതുകൊണ്ട് OCPD ഓവർലോഡ് പ്രൊട്ടക്റ്റീവ് ഡിവൈസുകൾ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഡിലേയോ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പിഡൻസ് കൂടുമ്പോൾ സാധാരണ TNൽ വർക്ക് ചെയ്യുന്ന പോലെ സ്മൂത്തായിട്ട് ഇത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അവിടെ RCDക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ലിയർ ആയില്ലേ? RCD കമ്പൽസറി ആയിട്ട് നമ്മൾ TTയിൽ ഉപയോഗിച്ചിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞ ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇനി താഴോട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ RCD വർക്ക് ചെയ്യുന്ന ഒരു TT സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ടച്ച് വോൾട്ടേജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വെച്ചാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സപ്പോസ് ഒരു എക്സ്പോസ്ഡ് കണ്ടക്റ്റീവ് പാർട്സിൽ ഒരാൾ തൊടുന്നു, അയാൾക്ക് ഷോക്ക് അടിക്കുന്നതിന് മുൻപ് ഇത് വർക്ക് ചെയ്യണം. അപ്പോൾ അവിടെ അതാണ് ആ കാൽക്കുലേഷൻ കാണിക്കുന്നത്. ടച്ച് വോൾട്ടേജ് 50 വോൾട്ട്. ആ 50 വോൾട്ട് ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ഫോൾട്ട് കറണ്ട് I ഡെൽറ്റ എന്നും പിന്നെ RA എന്ന് പറഞ്ഞത് ആ എക്സ്പോസ്ഡ് കണ്ടക്റ്റീവ് പാർട്സും എർത്ത് ഇലക്ട്രോഡും എല്ലാം കൂടെ വരുമ്പോൾ ഉള്ള ആ ഒരു റെസിസ്റ്റൻസ്. അപ്പോൾ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടും. മീൻസ് വോൾട്ടേജ് അക്രോസ് ദ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ അവിടെ ടച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് വോൾട്ടേജ് അത് 50 വോൾട്ടിൻ്റെ താഴെ ആയിരിക്കത്തക്കവണ്ണം ഇത് ഡിസൈൻ പോകണം എന്നുള്ളൊരു തരത്തിലാണ്. ട്രിപ്പിംഗ് എല്ലാം അതനുസരിച്ച് നടക്കണം എന്നാണ് TTയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതൊക്കെ ഓരോ സാഹചര്യങ്ങളിലൂടെ വരുമ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഡയറക്റ്റ് കോൺടാക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോൺടാക്റ്റിന് ആവശ്യമുള്ള ഡേറ്റ മാത്രം ഞാൻ പറയുന്നു. ഓക്കെ,
ഇനി ഞാൻ ഈ ഒരു ടോപ്പിക് കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഡബിൾ ഇൻസുലേറ്റഡ് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ക്ലാസ് 2 എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 ഇങ്ങനെ എക്യുപ്മെൻറ്റ്സിന് ഇൻസുലേഷൻ അനുസരിച്ച് നമ്മൾ സ്റ്റാൻഡേർഡിൽ എക്യുപ്മെൻറ്റ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലാസ് 1 എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് ഇൻസുലേഷൻ ഉണ്ട്. പക്ഷേ ബേസിക് ഇൻസുലേഷൻ മാത്രമല്ല, ആ എക്യുപ്മെൻറ്റ് ബേസിക് ഇൻസുലേഷൻ മാത്രമല്ല, പിന്നെന്താണ് അതിൻ്റെ എക്സ്പോസ്ഡ് കണ്ടക്റ്റീവ് പാർട്സ് വിൽ ബി എർത്തഡ്, പ്രൊട്ടക്റ്റീവ് കണ്ടക്ടറുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യും. അപ്പോൾ അതാണ് ക്ലാസ് 1 എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ക്ലാസ് 2 എക്യുപ്മെൻറ്റ്സിലോട്ട് വരികയാണെങ്കിൽ അതിലും പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ ബേസിക് ഇൻസുലേഷൻ മാത്രമല്ല, പ്ലസ് പക്ഷേ ഇതിന് അഡീഷണൽ ഇൻസുലേഷൻ കാണും. ജസ്റ്റ് ലൈക്ക് ഡബിൾ ഇൻസുലേഷൻ ഓർ റീഇൻഫോഴ്സ്ഡ് ഇൻസുലേഷൻ പോലെയുള്ള അഡീഷണൽ ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ അതിൻ്റെ അകത്ത് കാണും. മീൻസ് അത് ഒരു ജസ്റ്റ് ലൈക്ക് ഒരു ഡബിൾ ഇൻസുലേറ്റർ എന്ന് മനസ്സിൽ കാണുക, അങ്ങനെയുള്ള ഒരു എക്യുപ്മെൻറ്റ്, അതിനെ നമുക്ക് ക്ലാസ് 2 എക്യുപ്മെൻറ്റ്സ് എന്ന് പറയാം. പക്ഷേ ഒരു കാര്യം, അതിനകത്ത് എർത്തിങ് കാണത്തില്ല, പ്രൊട്ടക്റ്റീവ് എർത്തിങ് കാണത്തില്ല. അതിന് ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൂടെ പറയുന്നുണ്ട്. ഒരു മോസ്റ്റ് പോർട്ടബിൾ ഒരു സെമി ഫിക്സ്ഡ് എക്യുപ്മെൻറ്റ്, സെറ്റ് ലാംപ്സ്, പിന്നെ ചില ട്രാൻസ്ഫോമറുകൾ, അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ അത് എർത്തിങ് ഇല്ല. അത് ഓർക്കുക, അത് ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഒരിക്കലും നമുക്ക് ഒരു ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ് അതിനകത്ത് വരത്തക്ക, ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തെ ഭാഗങ്ങളിലൊന്നും സപ്ലൈ വരുന്ന തരത്തിലൊരു സാഹചര്യം അവിടെ കാണത്തില്ല. അങ്ങനെയുള്ള അത്രയും കെയർഫുൾ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും ക്ലാസ് 2 എക്യുപ്മെൻറ്റ്സ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എൻവെലോപ്സ് ഒന്നും അല്ലെങ്കിൽ ഔട്ടർ കവറുകളൊന്നും പിന്നെ പൊട്ടാത്ത തരത്തിൽ അത് ഇടയ്ക്കിടയ്ക്ക് അതിനെ ചെക്ക് ചെയ്യുക വേണം. അതാണ് ഒരു പോയിന്റ്. ഇതിനെ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു കാര്യം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇലക്ട്രോണിക് ഡിവൈസസ്, റേഡിയോ, ടെലിവിഷൻസ് ഇങ്ങനെയുള്ളതിൻ്റെ ഒക്കെ ശരിക്കും അതിനകത്തൊക്കെ ഒരു ബോഡി ഇല്ലാത്ത ഭാഗങ്ങളാണ്, മെറ്റൽ ബോഡി ഇല്ല. അത് നമുക്കറിയാം, അവിടെ എല്ലാം 2 പിന്നുകളാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു ജസ്റ്റ് ലൈക്ക് ഇതുപോലൊരു അൺഎർത്ത്ഡ് എക്യുപ്മെൻറ്റാണ്. പക്ഷേ അതൊരിക്കലും ഒരു ക്ലാസ് 2 എക്യുപ്മെൻറ്റ് നമ്മൾ പറയുന്നത് ജസ്റ്റ് ലൈക്ക് ക്ലാസ് 2 എക്യുപ്മെൻറ്റ്സ് പോലെ ആണ്. മീൻസ് ഫോർമലായിട്ട് അതൊരു ക്ലാസ് 2 അപ്ലയൻസസ് അല്ല എങ്കിലും ജസ്റ്റ് ലൈക്ക് ഒരു ക്ലാസ് 2 എക്യുപ്മെൻറ്റ് ആണ് ഈ പറഞ്ഞ സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ക്ലാസ് 2 എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യം. അപ്പോൾ ക്ലാസ് 1 പറഞ്ഞു, ക്ലാസ് 2 പറഞ്ഞു. ഇനി ക്ലാസ് 3യിൽ പറഞ്ഞിരിക്കുന്നത് ഈ SCLV എന്ന് ഞാൻ പറഞ്ഞല്ലോ, SCLV വോൾട്ടേജ്, അതായത് എക്സ്ട്രാ ലോ വോൾട്ടേജ് വരുന്ന ചില എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അത് എർത്തഡ് അല്ല, സെപ്പറേറ്റഡ് ആണ്. അങ്ങനെയുള്ള ആ SCLV സപ്ലൈ ഉപയോഗിക്കുന്ന ചില എക്യുപ്മെൻറ്റ്സ്, അതാണ് ക്ലാസ് 3 എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞത്. പിന്നെ ക്ലാസ് 0 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഈ പറയുന്ന എർത്തും കാണത്തില്ല, ഒരു ബേസിക് ഇൻസുലേഷൻ മാത്രം കാണും. അത് ഉപയോഗിക്കുന്നത് സാധാരണ ഡ്രൈ ഏരിയസിൽ മാത്രമായിരിക്കും. അത് ഈ ക്ലാസ് 0 എക്യുപ്മെൻറ്റ്സിനെ പറ്റി നമ്മുടെ ഈ പറഞ്ഞ 732-ൽ ഇല്ല, നമ്മുടെ സ്റ്റാൻഡേർഡിലില്ല. അത് പുറത്തുനിന്ന് എടുത്ത ഒരു ഇൻഫർമേഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പെട്ടെന്ന് ഞാൻ ഒരുപാട് പറഞ്ഞു തീർന്നു. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അവസാനം കൺക്ലൂഡ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ഇത് കാര്യമൊന്നുമില്ല, പക്ഷേ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ടുണ്ട്. ദയവ് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനിയും കൂടുതൽ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.